വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഭാരതം കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയതോടെ ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്ന് വാർത്താ ഏജൻസിയോടാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതേസമയം പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമാണ് ഇനി ഭാരതം ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും ഭാരതത്തിന്റെ നിലപാടിൽ പാകിസ്ഥാൻ ആടിയുലഞ്ഞ് നിൽക്കുകയാണ്. ഭാരതം കടുത്ത നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ അത് ആദ്യം സ്വീകരിക്കേണ്ട ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് പാക് അധീന കശ്മീറും പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളുമാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ ഭാരതം മുന്നോട്ട് പോവുകയാണല്ലേ? രോഹിണി, നമസ്തേ. പ്രധാനമായും എല്ലാ മേഖലകളിലും ഭാരതം പാകിസ്ഥാനെതിരെ പ്രതിരോധം തീർക്കുകയാണ്. വെടിനിർത്തൽ വന്ന ശേഷവും കടുത്ത നിലപാടിൽ തന്നെയാണ് ഭാരതമുള്ളത്. വെള്ളവും അതേപോലെ തന്നെ ചോരയും ഒരേ രീതിയിൽ ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. പ്രധാനമായും സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ഭാരതം തുടരുന്ന സാഹചര്യം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ്. അവരുടെ പഞ്ചാബ് പ്രവിശ്യ മൊത്തം മരുഭൂമിയായി മാറുമെന്നുള്ളതാണ് പ്രധാനമായും കാർഷിക വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ചത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഭാരതത്തിന് മുന്നിൽ മുട്ടിലെഴിയുകയല്ലാതെ മറ്റു പോംവഴികളില്ല എന്നുള്ളത് പാകിസ്ഥാന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്നൊരു വാർത്താ ഏജൻസിയോട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത്. ഇദ്ദേഹം ഇത് പറയുമ്പോഴും പല രീതിയിലുള്ള പ്രകോപനങ്ങളും ഇനിയും ഭാരതം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചർച്ചകൾക്ക് ഒന്നും തൽക്കാലം കടക്കേണ്ട എന്നുള്ളൊരു നിലപാട് പ്രധാനമായും ഭാരതത്തിനുണ്ട്. പ്രധാനമായും രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്ന്, പാകിസ്ഥാൻ പിടിച്ചടക്കിയിരിക്കുന്ന പാക് അധീന കശ്മീരാണ്. രണ്ടാമത്തത് പാകിസ്ഥാനിലെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഭീകരരെ കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ച. അങ്ങനെ ഈ രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും സിന്ധു നദീജലം എന്നുള്ളതാണ് പ്രധാനമായും പാകിസ്ഥാൻ ഉയർത്തുന്ന പ്രധാന ആവശ്യം. ഈ ഒരു ആവശ്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് എന്നതിനപ്പുറം വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇതുമൂലം പാകിസ്ഥാൻ കടക്കുമെന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി പാകിസ്ഥാൻ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ടും മറ്റ് എല്ലാ തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുമായും ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഭാരതത്തിന്റെ നിലപാട് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ വേണ്ടി ഭാരതം തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന പ്രസക്തമായ ചോദ്യം. നേരത്തെ തന്നെ ഭാരതം നിലപാട് വ്യക്തമാക്കിയതായിരുന്നു. രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്ക്, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാനോട്, അതേപോലെ തന്നെ പുൽവാമ, ഉറി അടക്കമുള്ള നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച പാകിസ്ഥാനോട്, അവരുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി തുടർന്ന് ഉള്ള ഒരു ചർച്ചകൾക്കും തയ്യാറാകേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെ ഭരണകൂടം മുന്നോട്ടും പുലർത്തുമെന്നുള്ളതാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ പിടിച്ചടത്തിയിരിക്കുന്ന POJK അത് കൃത്യമായി തന്നെ ഭാരതത്തിന് തിരികെ വേണമെന്നുള്ള നിലപാട് തന്നെയാണ്. അതിനൊരു മൂന്നാം കക്ഷി ചർച്ചയ്ക്ക് വേണ്ട, അത് ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയമാണ്, അത് ആ രീതിയിൽ തന്നെ പരിഹരിക്കുവാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിലപാടും ലോകരാജ്യങ്ങൾക്ക് ഭാരതം നൽകിക്കഴിഞ്ഞു. സ്വാഭാവികമായും അതിൽ നിന്നും പിന്നോട്ടില്ല. ഈ രണ്ട് വിഷയങ്ങളിലല്ലാതെ മറ്റൊരു വിഷയങ്ങളിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ഷഹബാസ് ഷെരീഫുമായി ചർച്ച വേണ്ട എന്നുള്ള നിലപാട് ഭാരതം തുടരുമെന്നുള്ളത് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതെ.